ഹലോ. ഇന്റർവ്യൂ എന്തായി? ഇതും കിട്ടുമെന്ന് തോന്നുന്നില്ല. അല്ലേലും നിനക്ക് ഒന്നിനും ഉറപ്പില്ലല്ലോ. എപ്പോഴും ഇത് തന്നെ. എത്ര നാളായി ഇനി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് ബോധമുണ്ടോ? ഇതിപ്പോ നിന്റെ 27ാമത്തെ ഇന്റർവ്യൂ അല്ലേ? കുറച്ചെങ്കിലും എഫേർട്ട് ഇട്ടൂടെ? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് നിന്റെ പഴയ ലൈഫ് തന്നെയാ നല്ലത്. നിന്റെ ലൈഫ് ബെറ്റർ ആക്കാൻ ശ്രമിച്ചത് എന്റെ തെറ്റെന്ന് എനിക്ക് ഇപ്പൊ തോന്നുവാ. ഈ ഇരിപ്പ് കണ്ടിട്ട് ഇന്റർവ്യൂ ഞാൻ കാണാൻ ചോദിക്കുന്നില്ല. വന്ന് കയറാം. എന്താ നിന്റെ പ്ലാൻ? നിനക്ക് വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ? നോക്കണം. നിന്റെ ഉറക്കമൊന്നും ഇതുവരെ ശരിയായില്ല അല്ലേ? നീ ഡെസ്പ വേണ്ട, എല്ലാം ശരിയാവും. പക്ഷേ പണ്ടത്തെ വെച്ച് നോക്കുമ്പോ നീ ഒരുപാട് മാറി. ഞാനും ഒന്നും ഇപ്പൊ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് ആവുക കേട്ടോ. ഒന്നിനും ഉറപ്പില്ലല്ലോ. എപ്പോഴും ഇത് തന്നെ. എത്ര നാളായി ഇനി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് ബോധമുണ്ടോ? ഇതിപ്പോ നിന്റെ 27ാമത്തെ ഇന്റർവ്യൂ അല്ലേ? കുറച്ചെങ്കിലും എഫേർട്ട് ഇട്ടൂടെ? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് നിന്റെ പഴയ ലൈഫ് തന്നെയാ നല്ലത്. നിന്റെ ലൈഫ് ബെറ്റർ ആക്കാൻ ശ്രമിച്ചത് എന്റെ തെറ്റെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ആരാ അവിടെ? ആരെന്നാണോ നീ ഒളിച്ചോളാൻ ശ്രമിക്കുന്നത്? അവനല്ല. നീ എന്നെപ്പോലെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
നമ്മൾ ഇതുവരെ ഇങ്ങനെ മുഖാമുഖം കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. എനിക്ക് നിന്നെയും നിനക്കെന്നെയും നന്നായി അറിയും. ശരിക്കും നീ ആരാ? നിനക്ക് നിന്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളാണ്. അതിലൊന്നും ഉത്തരം തരാനല്ല ഞാനിവിടെ വന്നത്. എനിക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്, എന്റെ പഴയ ജീവിതം. നീ ഇല്ലാതാക്കിയ എന്റെ പഴയ ജീവിതം. ഞാനോ? നിന്റെ ഒറ്റ തീരുമാനം കൊണ്ട് എനിക്ക് നഷ്ടമായത് എന്റെ ഫ്രീഡം, എന്റെ സന്തോഷം, അങ്ങനെ പലതും എനിക്ക് നഷ്ടമായി. അതെല്ലാം നീ എനിക്ക് തിരിച്ചു തരണം. ഞാനെന്താ നിനക്ക് തിരിച്ചു തരാ? പിടിപെട്. നീ തരും. നിന്റെ കയ്യിൽ നിന്ന് നേടിയെടുക്കാൻ എനിക്കറിയാം. എഴുന്നേക്ക്. എന്ത് വരവാ ബ്രോ വരുന്നേ? എവിടെ നോക്കി വരുന്നേ? ഞാനിപ്പോ ചവിട്ടില്ലെങ്കിൽ കാണാതിരുന്നു. സോറി ബ്രോ, എന്റെ വിഷയം. നിനക്കെന്താ വേണ്ടത്? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പിന്തുടരുന്നത്? എനിക്ക് എൻ്റെ പഴയ ലൈഫ് തിരിച്ചു വേണം. ഇല്ല, ഇനി ഒരിക്കലും ഞാൻ ആ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ചിന്തിച്ചു നോക്കുക, ഇപ്പോഴത്തെ മൂഞ്ചി ജീവിതത്തേക്കാൾ എത്രയോ ഭേദമായിരുന്നു ആ കാലം. ആരെയും പേടിക്കാത്ത, ജീവിതത്തിന്റെ ബാധ്യതകളില്ലാത്ത ഞാൻ. അല്ല, നമ്മൾ ജീവിച്ചിരുന്ന കാലം ആയിരിക്കാം. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ശരിക്കുള്ള ജീവിതം ജീവിച്ചു തുടങ്ങുന്നത്. അവൾ കാരണമാണ് നീ ലൈഫ് ചൂസ് ചെയ്തത്. ഷീസ് യുവർ വീക്ക്നെസ്. അവളില്ലാതാവണം. ഇല്ല, നിനക്ക് തെറ്റി. അവളൊരിക്കലും എൻ്റെ വീക്ക്നെസ് ആയിരുന്നില്ല, അവളായിരുന്നു. അവളാണ് എൻ്റെ റൈറ്റ് പാത്ത്. എന്നിട്ട് എന്തുണ്ടായി? ആർക്കു വേണ്ടിയാണോ നീ എന്നെ ഉപേക്ഷിച്ചത്? അവൾക്ക് പോലും ഇപ്പം നിന്നെ ഒരു വിലയില്ലല്ലോ. എൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നതാണ് നിന്റെ പ്രശ്നങ്ങൾക്കുള്ള ഏക സൊല്യൂഷൻ. സ്ട്രഗിൾ ഉണ്ട്. നാളെ അവൾ എന്നെ ഉപേക്ഷിച്ചു പോയാലും ആ പഴയ ഞാൻ അവനെനിക്ക് താല്പര്യമില്ല. ഇതാണ് എൻ്റെ ലൈഫ്. ജയമാണേലും പരാജയമാണേലും മുന്നോട്ടും എനിക്കിങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. ഒരു ദിവസം നീ ഈ ജീവിതം മടുക്കും. അന്ന് നീ എന്നെ ഓർക്കും. അന്നും നിന്റെ ആവശ്യം നടക്കില്ല. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ? നിനക്കെന്നെ കൊല്ലാൻ കഴിയില്ല. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ നീ ഉള്ളൂ.
എൻ്റെ പുറകെ വരരുത്. ആ പഴയ ഞാൻ ഇനിയില്ല. നീ ഒരു കാര്യം മറക്ക, നീ ഞാൻ ഒന്നാം. ഷീസ് യുവർ വീക്ക്നെസ്. അവളില്ലാതാവണം. എടാ സോറി, ഞാൻ അന്നങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പെട്ടെന്നുള്ള ദേഷ്യത്തെ അങ്ങ് പറഞ്ഞു പോയതാ. എനിക്കറിയാം നിനക്ക് വിഷമായെന്ന്. നീ അത് വിട്ടുകളാ. സോറി. നമുക്കൊന്ന് ഉച്ചയ്ക്ക് കാണാം നമ്മുടെ സ്ഥിരം പ്ലേസിൽ. നീ ഞാൻ